ഹേ ഗൈസ്, ഹംദ് ഹാദി വ്ളോഗ്സിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ്. അപ്പോൾ നമ്മളിന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഇന്നൊരു ഷോറൂം വാങ്ങാൻ പോകുകയാണ്. ഓണറിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോറൂം വാങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ഷോറൂം ഒന്ന് കാണാൻ പോകണം. ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇന സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ സുപ്ര ഉണ്ട്. ഇതിലെടുത്ത് പോകും ഗൈസ്. നമുക്ക് എന്നാൽ നമ്മുടെ സ്വിഫ്റ്റ് എടുത്ത് പോവാം. സ്വിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ പോവുകയാണ് നമ്മുടെ കാർ ഷോറൂമിലേക്ക്. തട്ടാണ്ട് മുട്ടാണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പം നേരെ പോവാ. അല്ല, സൂപ്പർ എടുക്കണ ഇടിച്ചു കഴിഞ്ഞാൽ പണിയാണ് ഗൈസ്. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന നേരം കൊണ്ട് ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ ഒരു ഷോറൂം അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് ഗൈസ്. റോഡ് സൈഡൊക്കെ പോയോ ഗൈസ്. ഇടിച്ച് പറന്നു ഗൈസ്. ഇടിച്ചപ്പോൾ കുറച്ച് ലാഗ് വന്ന് ഇടിച്ച് പറന്നു. ഈ പാർട്സൊക്കെ തെറിച്ച് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ സൂപ്പറായിരുന്നെങ്കിൽ പണി വാഴയാനേ ഗൈസ്. നേരെ നമുക്ക് പോകണം ഗൈസ്. ഓ ഗൈസ്, വീണ്ടും ഇടിച്ച്. ഇപ്പം നമ്മുടെ ഒന്നും പോകാനില്ലാത്ത കാരണം പിന്നെ ഒന്നും പോയില്ല, ഫുള്ള് പോയി ഗൈസ്. ആളുടെ മേത്ത് ഇടിക്കാണ്ട് പോയാൽ രക്ഷപ്പെട്ട്, ആൾക്കാരുടെ മേത്ത് ഇടിച്ചാൽ പണിയോളം. ഇതേ ഗൈസ്, വീണ്ടും ഇടിച്ച് ബുഗാട്ടിയുമ്പോൾ ഗൈസ് നമ്മ വീടൊന്നാവണേ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ പോന്നപ്പോൾ ഗൈസ് ഇപ്പോഴാണ് മനസ്സിലായ വഴി തെറ്റിപ്പോയി സംസാരിച്ച് വന്നപ്പോൾ. യൂട്ടേൺ എടുക്കാം ഗൈസ്. യൂട്ടേണൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോകുക. ഓ, ആളുടെ മേത്തടിച്ച് ഗൈസ്. ആ വണ്ടി ഡ്രിഫ്റ്റ് പോയ ആളൊന്നും കണ്ടില്ല. ഓ ഓക്കെ ഗൈസ്, നമ്മൾ കറക്റ്റ് വഴിയിൽ കയറിയിട്ടുണ്ട്. യൂട്ടേണൊക്കെ എടുത്തിട്ട് ഗൈസ് നേരെ ഷോറൂമിൽ പോവുകയാണ്. ഡ്രിഫ്റ്റൊക്കെ ഇപ്പോൾ അതേ ഷോറൂം അവിടെ കാണുന്നുണ്ട്. അപ്പുറം എന്തോ പണി നടക്കുകയാണ് ഗൈസ്. ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഓക്കെ. ഓ ഗൈസ്, വീണ്ടും ഒരു പൂക്കട്ടി മറ്റുന്ന ഒരു കോപ്പ്. ഓക്കെ, നേരെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിർത്തി ഇറങ്ങി. ഓണറിനൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. ഓണറിനെ വിളിക്കുകയാണ്. ഗൈസ്, ഓണർ പറഞ്ഞേക്കുന്നത് എന്നിട്ടാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് ഷോറൂമൊക്കെ കണ്ടോ, അപ്പോൾ പൈസയായിട്ട് വരാനാണ് പറഞ്ഞത്. അല്ല, പൈസ നമ്മൾ കൊടുത്തു, പേയ്മെൻറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി താക്കോലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് കൂട്ടുകാരൻ്റെ വീട്ടിലല്ല, കൂട്ടുകാരനൊന്ന് വിളിക്കണം. ഈ ഷോറൂം നമ്മൾ എന്തിൻ്റെ ഷോറൂമാണെന്ന് വെച്ചാൽ ഈ ഷോറൂം തുടങ്ങണം ഒരു സ്വിഫ്റ്റിൻ്റെ ഷോറൂമാക്കി തുടങ്ങാനാണ് പ്ലാന്. അപ്പോൾ കൂട്ടുകാരനെ വീട്ടിൽ ചെന്നിട്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിക്കണം സ്വിഫ്റ്റിൻ്റെ സ്വിഫ്റ്റൊക്കെ കൊണ്ടുവരാൻ. അയ്യോ ഗൈസ്, വീണ് ചെറുതായിട്ട് വണ്ടി അറ്റത്ത് ഗൈസ്. ഇനി വണ്ടിനെ വിളിക്കണ്ട. അപ്പോൾ നമുക്ക് ടാക്സി ഒന്ന് വിളിക്കുക ഗൈസ്. നേരെ പോയിട്ട് ചടക്കിടുന്ന് ടാക്സിനെ വിളിക്കുക ഗൈസ്. ടാക്സി നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. നേരെ വീട്ടിൽ പോകണം ഗൈസ്. നേരെ വീട്ടിൽ ഗൈസ്. കൂട്ടുകാരനെ വിളിക്കണം വീട്ടിലെത്തിയിട്ട്. സ്വിഫ്റ്റൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് അവനോട് ഇപ്പോഴാണ് പറയണത്. പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നണില്ല. വിളിച്ച് ചോദിച്ചിട്ട് നോക്കാം ഗൈസ് എപ്പോൾ കിട്ടുമെന്ന്. ഓ, ഇയാൾക്ക് ടാക്സി ഓടിക്കാൻ അറിയില്ല ഗൈസ്. ഡ്രിഫ്റ്റ് ചെയ്യുന്ന ടാക്സി ഓടിക്കാൻ അറിയില്ല. ലൈസൻസ് എല്ലാം ഉണ്ടോയെന്ന് നോക്കണം ഗൈസ്. അങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സി ഓടിക്കാൻ അറിയൂടെ.
ഗൈസ് നേരെ ഇപ്പോൾ വീടെത്തും. വേഗം ഇയാളുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക്. ഗൈസ് വീണ്ടും ഡ്രിഫ്റ്റിങ്. എന്ത് ബാക്ക് ഗിയറിലിട്ട് പോണ്. ഗൈസൊക്കെ മഴയൊക്കെ ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഇയാൾക്ക്. വലിയ വണ്ടിയാണ് ഗൈസ്. ലംബോർഗിനിയും ഒന്നും കണ്ടെന്ന് കയറ്റാമത്തെ ഭാഗ്യം. ഗൈസ് നമ്മുടെ വീടെത്താറായി. ഇവിടെ നിർത്തിക്കോ ചേട്ടാ, ഇവിടെ ഇരുത്താൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇയാളെന്ത് നടപ്പാതേ കൂടി വണ്ടി ഓടിക്കുന്നു ഗൈസ്. ഓക്കെ, നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. പേയ്മെൻ്റ് അല്ലേ ചേട്ടാ? ആ പേയ്മെൻറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ പേയ്മെൻ്റൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ടൊന്ന് അവിടെ വെച്ച് ലാഗ് അടിച്ച് ഗൈസ്. നമ്മൾ ഓടി ഓടി വീട്ടിലെത്തി ഗൈസ്. ഇപ്പോൾ എത്തും. ഓക്കെ, വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അമ്മ ഗൈസ് അങ്ങനെ നമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, കൂട്ടുകാരനൊന്ന് വിളിച്ച് പറയട്ടെ സ്വിഫ്റ്റ് എടുത്തേക്കാൻ. അവിടെ എത്ര സ്വിഫ്റ്റ് വേണമെന്നൊന്നും പറയണ്ട ഗൈസ്. അതിന് ഇഷ്ടമുള്ള അത്ര സ്വിഫ്റ്റ് എടുത്തേക്കട്ടെ. നമ്പർ അടിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ്വിഫ്റ്റൊക്കെ എടുത്തേക്കാന്നൊക്കെ പറഞ്ഞത്. അപ്പം നമുക്ക് പോയി നോക്കാം ഗൈസ്. എന്താണ് ഗൈസ് അവിടെ പുറത്തൊരു ശബ്ദം കേട്ടത് ഗൈസ്? നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ പുറത്തെത്തിയിട്ട് നമ്മൾ ആരെയും കാണില്ല ഗൈസ്. അകത്തുക്കുക. അപ്പോൾ നമുക്കൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് സ്വിഫ്റ്റൊക്കെ ഒന്ന് നോക്കാം ഗൈസ്. സൂപ്പറിൽ കയറിയിട്ടുണ്ട്. സൂപ്പർ പതിയൊക്കെ എടുത്താൽ മതി, ഇടിക്കാണ്ടൊക്കെ കൊണ്ടുപോകണം ഗൈസ്. ഓക്കെ ജസ്റ്റിസ് ഗൈസ്. ഒക്കെ നമുക്ക് നേരെ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ അവൻ്റെ വീടെത്തിയിട്ട് കാണാം ഗൈസ്. അതിൻ്റെ വീടെത്താറായപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഗൈസ്. ആ സൈഡിലെത്താനൊക്കെ ഷിഫ്റ്റൊക്കെ അവിടെ അടക്കി പറക്കി വെച്ചിട്ടുണ്ട്. എത്ര ഷിഫ്റ്റ് ഒന്നും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എത്ര എണ്ണം വെച്ചിട്ടൊന്നുണ്ട് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ഇറങ്ങാം. ഓ ഗൈസ്, ഇവിടുത്തെ ഡോറ് പോയി ഗൈസ്. ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, കുറേ ഷിഫ്റ്റ് ഉണ്ട്. അവൻ്റെ വീട്ടിലൊന്ന് കയറി നോക്കാം ഗൈസ്. ഗൈസ്, നമുക്ക് അവൻ്റെ വീട്ടിലൊന്ന് കയറി നോക്കാം. എടാ, ഹലോ, നീ ഉണ്ട് ഇവിടെ ഗൈസ്? അവനെ കാണാനില്ലല്ലോ. അവനൊന്ന് വിളിച്ച് നോക്കാം ഗൈസ്. അവൻ്റെ നമ്പർ അടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട് ഗൈസ്. അവൻ്റെ നമ്പർ അടിച്ച് വിളിക്കാൻ പോകുകയാണ്. നമ്മൾ വിളിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവനിവിടെ ഇല്ല, ട്രിപ്പ് അയക്കുകയാണ്, ഫാമിലി ട്രിപ്പ്. അപ്പോൾ നമ്മളോട് വണ്ടിയൊക്കെ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സന്തു ചേട്ടനെ വിളിച്ച് ട്രക്ക് കൊണ്ടുവരാൻ പറയാം കേസ്. ട്രക്ക് കേസ്. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗായ്സ്, നാളെ കാണാം.